ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നെല്ലാവരും സന്തോഷത്തിലാണ്. കാരണം ഇന്ന് ഉയർപ്പ് തിരുനാളാണ്. തിരുനാളുകളുടെ തിരുനാളാണ് ഈസ്റ്റർ. നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈശോയുടെ ഉത്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയെ ഓർമ്മിപ്പിച്ചത്, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം തന്നെയെന്ന്. എന്താണ് ഉദ്ധിതൻ നമ്മോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? എന്റെയും നിന്റെയും ജീവിതത്തിൽ ഒരു ഉയർപ്പ് സാധ്യമാണ് എന്നത് തന്നെയാണ്. പല കാരണങ്ങൾ മൂലം നമ്മുടെ ജീവിതം കല്ലറയിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ പല വ്യക്തികൾ അതിന് കാരണമായിട്ടുണ്ടാകും. പക്ഷേ അതിൽ നിന്നൊക്കെ പുറത്തു വന്ന് ഒരു പ്രത്യാശയോടുകൂടി ഒരു ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന പൗലോസ്ലീഹായുടെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. ക്രൈസ്തവന്റെ ജീവിതം ഉദ്ധിതനിലേക്ക് നോക്കി, സ്വർഗത്തിലേക്ക് നോക്കി പോകാനുള്ളതാണ്. ചില കാരണങ്ങൾ മൂലം ചില വ്യക്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ടാകും, സങ്കടപ്പെടുത്തിയിട്ടുണ്ടാകും, വേദനകൾ തന്നിട്ടുണ്ടാകും. പക്ഷേ അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വന്ന് ഒരു പുതിയ സൃഷ്ടിയായി നവജീവൻ പ്രാപിക്കാൻ ഈശോ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ ദിവസത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം. എല്ലാം തീർന്നുവെന്ന് പലപ്പോഴും നമ്മൾ വിചാരിക്കും, പക്ഷേ ഒന്നും തീർന്നിട്ടില്ല. ഈശോ നൽകിയ ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിലേക്ക് നമുക്ക് ആത്മീയമായിട്ട് വളരാം. നമ്മുടെ ജീവിതം അല്പം കൂടി സ്വർഗോന്മുഖമാകട്ടെ, സ്വർഗത്തിലേക്ക് മാത്രം നോക്കിയിരിക്കട്ടെ. അപ്പോൾ കുറച്ചുകൂടി പ്രത്യാശയോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.